ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇൻട്രോയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നമ്മൾ നേരിട്ട് വ്ളോഗിലേക്ക് പോവാണ്. മനസ്സിലായാലും ഒരു ഓണം വ്ളോഗാണ്, ചെറിയൊരു കുട്ടി വീഡിയോ ആണ് കേട്ടാ. നിങ്ങൾക്കും കാണാൻ നടക്കില്ല, എനിക്കും എഡിറ്റ് ചെയ്യാനുള്ള എല്ലാം സുഖമാണ്. രാവിലെ ഞങ്ങൾ എണീറ്റിട്ട് ഒരു 4:30 ടൈമൊക്കെ ആകുമ്പോൾ നീറ്റായിരുന്നു. അപ്പൊ ചായയും കടിയും പിന്നെന്താ കടിയൊക്കെ നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെക്കും. പിന്നെ ഓൾറെഡി എല്ലാ ഫുഡും പായസം കൂടി വെക്കാണ്ടായിരുന്നല്ലോ, എല്ലാതും സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ തറവാട്ടിൽ പോയി ചായ കുടിക്കുക. ഇതേ സെയിം കടിയാണ് തറവാട്ടിലെങ്കിലും നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചാലും അവിടെ പോയി എല്ലാവരും വരും കേട്ടോ ചായക്ക്. അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് ഞാനേട്ടനും കൂടിയിട്ട് നമ്മൾ ഓണപ്പൂക്കൾ ഇട്ടു. ലേറ്റ് ആയി മഴയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ 12-1 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മസാലക്കറി, പിന്നെന്താ അവിയല്, പിന്നെ അങ്ങനെ ഒരു 5-6 കൂട്ടം കറികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ തറവാട്ടിക്ക് വന്നു കേട്ടാ. തൊട്ടടുത്ത് തന്നെ തറവാട്. ഞാൻ അതിന്റെ ബ്ലോഗ് ഇട്ടിട്ടുണ്ട് മുന്നേ. പിന്നെ അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ചും കൂടി തരി ഭക്ഷണം കൂടി കഴിക്കൂട്ടാ. എല്ലാവരും അങ്ങനെയാണ്, ഇവിടെ വന്ന 2 പേറ്റ് കഴിക്കണം. അത് ഒരുപാട് കാലമല്ല, പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ്. ഞാൻ കല്യാണം കഴിച്ച് വന്നത് മുതലേ ശീലിക്കുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് ഭക്ഷണം നമ്മൾ കഴിക്കുള്ള കുറച്ച് സ്ഥലം നമ്മൾ എടുത്തു വെക്കും നമ്മൾ ഇവിടെ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് പായസം, നല്ല രസമാണ് ആ പായസത്തിലേക്ക്. ആ പപ്പടമൊക്കെ ഇട്ടിട്ട് തിരുമ്മിട്ടുണ്ട് കഴിക്കേണ്ടത്. എന്റെ ഞങ്ങളുടെ വീട്ടിൽ ഇത് അടയാണ് ഉണ്ടാക്കിയത്. ഇവിടെ സേമിയാണ് കേട്ടോ. ഞങ്ങൾ പോണത് അവിടെ തന്നെ തിരുനെല്ല സെന്ററിൽ നമ്മുടെ ഓണത്തിന്റെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ സുന്ദരിക്ക് പൊട്ടുതോടലിന് ചേർന്നിരുന്നു കേട്ടോ. ഒന്നും കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഒരു ഇതിന് ഇന്ന് പോയപ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കണ്ടപ്പോ ചെയ്യണം തോന്നി. ബിസ്ക്കറ്റ് തീറ്റ, പിന്നെ രാവിലെ തന്നെ ഒരുപാട് ഗെയിംസ് കഴിഞ്ഞേക്കണു. പിന്നെ രാവിലെ നമുക്ക് വരാൻ പറ്റില്ല. ഞാൻ പിന്നെ ഇതാ ഓടുന്നു. ഞാൻ അതില് കസേര കളിക്ക് ചേർന്നു കേട്ടോ. അതില് സെക്കൻഡ് കിട്ടി, ഫസ്റ്റ് കിട്ടില്ല. നമ്മൾ അതും കൂടി കിട്ടുമെന്ന് വിചാരിച്ചല്ല. പിന്നെ കസേര കളിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ വടംവലിക്കൊക്കെ നോക്കിയായിരുന്നു. വടംവലിക്ക് ഒരു ഇതില് ജയിച്ചു, രണ്ടാമത്തേന് പോയി. അങ്ങനെ എന്നാലും വെറുതെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഈ ഓണത്തിന് അതിന്റെ സന്തോഷത്തിന് വേണ്ടി വന്നിക്കല്ലോ. എല്ലാവരും ഒരുപോലെ നല്ലൊരു വിജയകരമാക്കി. ആ പരിപാടി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലത്തെ മഴ കണ്ടപ്പോ തന്നെ വിചാരിച്ചായിരുന്നു നല്ല മഴയോന്ന്. ഒരുപാട് നേരം നിന്നിരുന്നില്ല മഴ, പക്ഷെ ഭാഗ്യം കൊണ്ട് വെയിൽ തന്നെയായിരുന്നു. അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇതിൽ. എന്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്താലും നമുക്ക് പ്രോത്സാഹന സമ്മാനം അവർ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് ഇന്ന് പോണില്ല. ഞാൻ നാളെ ശനിയാഴ്ചയാണ് പോണത്. ശനിയാഴ്ച പോയിട്ടാണ്. അവിടെ ചേച്ചിമാരും കൂടി വരാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നാളെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഗുരുവായൂർക്ക് പോകട്ടാ. പിന്നെ ഇനി ബാക്കി കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ പിന്നെ എന്താ പറയാ, തലകൊണ്ടുള്ള തല്ലൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വൻ കോമഡി ആയിരുന്നു. ചെറിയ വഴിയോ. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഗെയിംസ്, അവര് വടംവലി, പിന്നെന്താ സ്പൂൺ റേസ്, വെള്ളം നിറക്കല്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പൊ ഞങ്ങൾ ഒരു 6:45 ആയിട്ടാ വീട്ടിലേക്ക് എത്തുമ്പോൾ. ഇത് കഴിഞ്ഞിട്ട് കയ്യും കാലൊക്കെ നല്ല കടച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം നിൽക്കല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തി. അതിന്റെ വീഡിയോ ഒന്നും ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മള് ആ ഗിഫ്റ്റ് കിട്ടിയത് ഒരു ചെറിയൊരു ഗ്ലാസ് ആയിരുന്നു. പക്ഷെ എങ്കിലും നമ്മൾ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു ചില്ലിന്റെ നല്ല ഭംഗിയുള്ള ഗ്ലാസ് ആണ് കേട്ടോ. കോഫി കുടിക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ്. അങ്ങനെ പിന്നെ എന്താ അത്ര ഉള്ളു ഇന്നത്തെ ഓണം. അടിച്ചു പൊളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം നമ്മൾ അവിടെ തന്നെയായിരുന്നു. നമ്മൾ അറിഞ്ഞില്ല സമയം പോയത്. അപ്പൊ അത്രയുള്ള എന്റെ ചെറിയൊരു വീഡിയോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരുപാട് വ്ളോഗ്സ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക്. അപ്പൊ അത്രയുള്ള